ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റിട്രോ ആക്റ്റീവ് ജലസി ഡിസോർഡറിനെ പറ്റിയിട്ടാണ്. ഇതിന്റെ മറ്റൊരു പേരാണ് റെബേക്ക സിൻഡ്രോം എന്നുള്ളത്. ഈ ഒരു പേര് റെബേക്ക സിൻഡ്രോം എന്ന പേര് വരാൻ കാരണം റെബേക്ക എന്ന പേരുള്ള ഒരു നോവലാണ്. ആ നോവലിലെ പ്രധാന ക്യാരക്ടർ തന്റെ ഭർത്താവിന്റെ മരിച്ചുപോയ ആദ്യ ഭാര്യയെ പറ്റി ഓർത്ത്, അതായത് അതീവ സുന്ദരിയായിരുന്നു എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന മരിച്ചുപോയ ആദ്യ ഭാര്യയെ പറ്റി ഓർത്ത് വളരെയധികം ജലസ് ആയിട്ടുള്ള, വളരെയധികം ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിനും ഈ ഒരു നോവലിനും ശേഷമാണ് ഈ റിട്രോ ആക്റ്റീവ് ജലസി ഡിസോർഡറിനെ റെബേക്ക സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ ഒരു കഥ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് റെബേക്ക സിൻഡ്രോം അല്ലെങ്കിൽ റിട്രോ ആക്റ്റീവ് ജലസി ഡിസോർഡർ എന്നുള്ളത്. നിങ്ങളുടെ പാർട്ട്ണറിന്റെ എക്സിനെ പറ്റി ആലോചിച്ച് നിങ്ങൾ ഒബ്സസ്ഡ് ആവാറുണ്ടോ? നിയന്ത്രിക്കാൻ പറ്റാത്തതിനധികം ജലസി ഉണ്ടാവാറുണ്ടോ? ഇൻസെക്യൂർ ആവാറുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും റെബേക്ക സിൻഡ്രോം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മളുടെ പാർട്ട്ണറിന്റെ എക്സിനെ പറ്റി ആലോചിച്ച് കുറച്ചൊരു കുശുമ്പും വിഷമവും ഒക്കെ തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ റെബേക്ക സിൻഡ്രോം എന്ന് പറയുന്നത് ആ ഒരു ചെറിയൊരു കുശുമ്പിലോ വിഷമത്തിലോ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. വളരെയധികം ഒബ്സസ്ഡ് ആവുക, ആ ഒരു പാർട്ട്ണറിനെ പറ്റി എക്സിനെ പറ്റി ആലോചിച്ച് വളരെയധികം ഒബ്സസ്ഡ് ആവുകയും നിയന്ത്രിക്കുന്നതിനപ്പുറം ജലസി ഉണ്ടാവുകയും ചെയ്യുക. നമ്മളെ ആ വ്യക്തിയെ വെച്ച് കമ്പയർ ചെയ്യുക, കാണാൻ എങ്ങനെയാണ്, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇന്റലക്ച്വലി എങ്ങനെയാണ്, സെക്ഷലി എങ്ങനെയാണ് ഉള്ള രീതിയിലുള്ള കമ്പാരിസൺ, എന്തിനും ഏതിനും കമ്പാരിസൺ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതുപോലെ സോഷ്യൽ മീഡിയയിൽ ആ വ്യക്തിയെ സ്റ്റോക്ക് ചെയ്യുക, ഓൺലൈനായിട്ടും അല്ലെങ്കിൽ നേരിട്ടും ആ വ്യക്തിയോട് മിസ്ബിഹേവ് ചെയ്യുക. അത് വെർബലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ മിസ്ബിഹേവ് ചെയ്യുക പോലെയുള്ള രീതിയിലുള്ള ബിഹേവിയേഴ്സ് ഒക്കെ കാണാൻ സാധ്യതയുള്ള ഒന്നാണ് റെബേക്ക സിൻഡ്രോം എന്നുള്ളത്. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ അത് നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിനെ വളരെ മോശമായിട്ട് ബാധിക്കുവാനുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടാവുകയും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവുകയും ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് റെബേക്ക സിൻഡ്രോം എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ടിന്റെ ലക്ഷണങ്ങൾ എന്താണെന്നുള്ളതും എന്തുകൊണ്ടാണ് ചിലരിൽ മാത്രം ഇത് കാണുന്നത് എന്നുള്ളതും എന്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ എന്നുള്ളതിനെ പറ്റിയിട്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു. എന്നാൽ പോലും എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? ഇൻട്രൂസീവ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഒബ്സസീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, കമ്പാരിസൺ, ഇമോഷണൽ ഡിസ്റ്റർബൻസും റിലേഷൻഷിപ്പ് ഇഷ്യൂസും ഒക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇൻട്രൂസീവ് തോട്ട്സ്, ആ വ്യക്തി എങ്ങനെയായിരുന്നു നമ്മുടെ പാർട്ട്ണറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവുക, അവരെങ്ങനെയായിരുന്നു സ്നേഹിച്ചിട്ടുണ്ടാവുക, അവരുടെ സെക്ഷൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് പോലെയുള്ള രീതിയിലുള്ള റെക്കറന്റ് ആയിട്ടുള്ള റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഇൻട്രൂസീവ് തോട്ട്സ് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇൻട്രൂസീവ് തോട്ട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഇൻട്രൂസീവ് തോട്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ പാർട്ട്ണറിനോട് എപ്പോഴും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒബ്സഷൻസ് അല്ലെങ്കിൽ ഒബ്സസീവ് ബിഹേവിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ പാർട്ട്ണറിന്റെ പാസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. കമ്പാരിസൺ, നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ ഒരു ഗിഫ്റ്റ് വാങ്ങി തന്നാൽ പോലും ആ എക്സിന് എന്തായിരുന്നു കൊടുത്തിരുന്നത് എന്നുള്ള രീതിയിലുള്ള കമ്പാരിസൺ, എന്തിനും ഏതിനും നിങ്ങളെ പാർട്ട്ണറിന്റെ എക്സിനെ വെച്ച് നിങ്ങൾ സ്വയം കമ്പയർ ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും നമ്മളുടെ ഒരു ലോ സെൽഫ് എസ്റ്റീം ആണ് ഇതിലേക്ക് നമ്മളെ നയിക്കുന്നത്, ഈ ഒരു കമ്പാരിസണിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇമോഷണൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, ദേഷ്യം, ഇറിറ്റബിലിറ്റി, ഇൻസെക്യൂരിറ്റീസ്, ഫ്രസ്ട്രേഷൻ, ജലസി ഒക്കെ നമുക്ക് ഉണ്ടാവാം. നമ്മൾ ആ പാർട്ട്ണറിന്റെ സ്റ്റോക്ക് ചെയ്യുക, അല്ലെ ആ പാർട്ട്ണറിനോട് മിസ്ബിഹേവ് ചെയ്യുക, എക്സ് പാർട്ട്ണറിനോട് മിസ്ബിഹേവ് ചെയ്യുക ഒക്കെ നമ്മൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ പാർട്ട്ണറിനോടും മിസ്ബിഹേവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കോൺഫ്ലിക്ട്സ്, റിലേഷൻഷിപ്പിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാം, ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ടാവാം, ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം. എന്തുകൊണ്ടാണ് ചിലരിൽ മാത്രം ഇങ്ങനൊരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത്? മറ്റുള്ളവർ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അവരുടെ റിലേഷൻഷിപ്പ് ആഫ്റ്റർ
അവർ ഒരു പാർട്ട്ണർ ആയതിനു ശേഷമുള്ള റിലേഷൻഷിപ്പ് മാത്രം ശ്രദ്ധിക്കാൻ സാധിക്കുമ്പോൾ, അല്ലെങ്കിൽ ചെറിയൊരു വിഷമത്തിലൊക്കെ ഇതിനെ തള്ളിക്കളയാൻ സാധിക്കുമ്പോൾ ചിലർക്ക് മാത്രം എന്തുകൊണ്ടാണ് ഈ ഒരു സിൻഡ്രോമിലേക്ക് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ സെൽഫ് എസ്റ്റീം, ലോ സെൽഫ് എസ്റ്റീം ആണ് ഒരു പ്രധാന കാരണം എന്നുള്ളത്. നമ്മൾ നമ്മൾക്ക് നൽകുന്ന വില, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ കാണുന്നത് എവിടെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നമ്മൾക്ക് തീരെ വില കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമതായിട്ടുള്ളത്, നമ്മൾക്ക് ലൈഫിൽ ഇതിനു മുന്നേ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ചീറ്റിങ്ങോ ബിട്രയലോ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് നയിക്കാനുള്ളൊരു കാരണമാണ്. മറ്റൊന്ന്, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ്. എനിക്ക് ഇതിനു മുന്നേ ഒരു പാർട്ട്ണർ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇതിനു മുന്നേ ഒരു എക്സ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല, അപ്പോൾ എൻ്റെ പാർട്ട്ണറിനും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ആവാം മറ്റൊരു കാരണം എന്നുള്ളത്. പിന്നെ ഇൻസെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈൽ, ഫിയർ ഓഫ് അബാൻഡൻമെന്റ് അല്ലെങ്കിൽ ഫിയർ ഓഫ് റിജക്ഷൻ ഒക്കെ ഉള്ള വ്യക്തികളിൽ ഇത് കാണാനായിട്ട് സാധിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട്? സ്വയം നമുക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അത് നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് സ്വയം മനസ്സിലാക്കലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള സ്റ്റെപ്സ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാനുള്ള കാരണം നമ്മളുടെ പാർട്ട്ണറിന്റെ എന്തെങ്കിലും ബിഹേവിയർ ആണോ, അതോ നമ്മളുടെ തന്നെ അൺഹീൽഡ് വൂൺസ് ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളുടെ അൺഹീൽഡ് വൂൺസ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്യാനുള്ള പ്രോസസ്സ് നമ്മൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ നമ്മളുടെ സെൽഫ് എസ്റ്റീം അത് കൂട്ടാനായിട്ട് ഉള്ള മെത്തേഡ്സ് ഒക്കെ നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഒരിക്കലും നമ്മുടെ പാർട്ട്ണറിന്റെ പാസ്റ്റ് ചെയ്യാൻ പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പാർട്ട്നേഴ്സ് ആയതിനു ശേഷം എങ്ങനെയാണ് എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കുക. അതിന്റെ പാസ്റ്റിനെ പറ്റി പോകാതെ, അല്ലെങ്കിൽ പാസ്റ്റ് ചെയ്യാൻ പോകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതും പ്രധാനമാണ്. നമുക്ക് സ്വയം ഇത് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൗൺസിലിംഗ്, തെറാപ്പി സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. ഒരു പ്രൊഫഷണലിനെ കണ്ട് കപ്പിൾ കൗൺസിലിംഗ് ആയാലും, അല്ലെങ്കിൽ എക്സ്പോഷർ തെറാപ്പി ആയാലും, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ആയാലും ഒക്കെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അതിലൂടെ നമുക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കിട്ടും. ഈ ഒരു തെറാപ്പിയിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കൊരു സെൽഫ് റിഫ്ലക്ഷന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ജേർണലിംഗ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതും തീർച്ചയായിട്ടും നമ്മുടെ സ്ട്രെസ് കുറച്ച് വെക്കാനായിട്ട് സഹായിക്കും. കൗൺസിലിങ്ങിലൂടെയും തെറാപ്പിയിലൂടെയും നമ്മൾ സ്വയം ശ്രമിച്ചിട്ടും ഒന്നും നമുക്ക് ഈ ഒരു ഇൻട്രൂസീവ് ആയിട്ടുള്ള തോട്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ ഒബ്സസീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ്, അത് ഉണ്ടാക്കുന്ന ആങ്സൈറ്റി ഒന്നും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഡിസിൻസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ ആങ്സൈറ്റി കുറയ്ക്കാനും ഇൻട്രൂസീവ് ആയിട്ടുള്ള തോട്ട്സ് കുറയ്ക്കാനും ഒക്കെ മെഡിസിൻസ് അവൈലബിൾ ആണ്. സോ തെറാപ്പി പ്ലസ് മെഡിസിൻസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോയാൽ കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്നുള്ളതാണ്. സോ ഇത്രയുമാണ് ഈ വിഷയത്തെ പറ്റി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. മറ്റു വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.